രാവിലെ ചക്കരയും മാങ്ങയും കൂടെ കറിയൊക്കെയുള്ള പരിപാടിയാണ് കേട്ടോ. കറിയും ചക്കര എടുത്തിട്ടുണ്ട്, ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിന് അടുപ്പിൽ വെച്ച് വേവിക്കാം. വേവിച്ച് ഏകദേശം വെള്ളം വറ്റാറാകുമ്പോൾ നമുക്കത് ഈ മാങ്ങ കൂടി അരിഞ്ഞിടാം. പിന്നെ ചെറിയൊരു അരപ്പെന്ന് പറയുന്നത് തേങ്ങ, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 5-6 കാന്താരി മുളകുണ്ട്, പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, അല്പം ജീരകം, ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് പിന്നെ കറിവേപ്പിലേക്ക് ചേർക്കണം. പിന്നെ ചക്കക്കുരു കൊണ്ട് അടുപ്പിൽ വയ്ക്കാം. ചക്കരി ഉപ്പ് ഒഴിച്ച് അടുപ്പ് വെച്ചിരിക്കുകയാണ്. പിന്നെ വെന്ത് ഏകദേശം വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് മാങ്ങ ഇടാം. രാവിലത്തെ വിശേഷം ചക്കരി മാങ്ങയും വെക്കണം. ഇപ്പോൾ ചക്കരി മാങ്ങയും ഞാൻ ചക്കരി കൊണ്ട് അടുപ്പ് വെച്ചിട്ടുണ്ട്. അതായത് മാങ്ങ ഇവിടെ ഇരിപ്പുണ്ട്. ചക്കരി വേവാകുമ്പോൾ നമുക്ക് ഈ മാങ്ങ കൂടി കണ്ടിച്ചിടണം. പിന്നെ അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് തേങ്ങ മാങ്ങ ഇടാൻ പോവേണ്ട. ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാങ്ങ ഇടാം. മാങ്ങ നല്ലതുപോലെ വെന്തതിന് ശേഷം നമുക്ക് അരപ്പിടാം കേട്ടോ. ഉപ്പ് ആദ്യമേ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അരപ്പിട്ട ശേഷം ഉപ്പിടാം. ഇതാണ് കരിഞ്ചേമ്പ് കണ്ടോ. അപ്പോൾ ഇതിന്നൊരു തട വെട്ടി നമുക്ക് തോരൻ വയ്ക്കാം കേട്ടോ. നല്ല ഗുണമുള്ള ചേമ്പാണ്, അയൺ കൂടുതലുള്ളതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്നൊരു തട വെട്ടി നമുക്കിപ്പോൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത് ഒരു തടം മതി. ഇതിൻ്റെ തട വെട്ടി തോരൻ വയ്ക്കാം. അതുകൊണ്ട് ഇലയുമൊക്കെ തോരൻ വയ്ക്കാം. നമുക്കിപ്പോൾ തൽക്കാലം തട മാത്രം മതി. അപ്പോൾ തട വെട്ടിയെടുത്ത് ക്ലീനാക്കി എടുക്കണം. ഇങ്ങനെ ചരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ അരപ്പ് തയ്യാറാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ലൂസായിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ഇവിടുന്ന് ഉടച്ച് ചേർക്കണം. ചക്കരി മാങ്ങ കൂടി ഒന്ന് ഉടച്ച് ചേർക്കാം. ചക്കപ്പൊരി ഗ്യാസാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു അല്പം കുരുമുളക് കൂടി ഇടാം. കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. എൻ്റെ സ്വന്തം കുരുമുളകാണ് കേട്ടോ. ഇനി നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഒഴിക്കണം. ഉപ്പും കൂടെ ഉപ്പ് വേണം. ഇത് മതിയാവും. തിളയ്ക്കേണ്ടത് ചെറുതായിട്ട് നിന്ന് ചൂടായാലും മതി. അതിന് ശേഷം നമുക്ക് കടുക് വറുത്തൊഴിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കിടക്കട്ടെ, അടച്ചു ചെറിയ തീയിൽ കിടക്കട്ടെ. ഈ ചേമ്പിൻ്റെ തട ഓരോന്നെടുത്ത് നമുക്ക് കണ്ടത് വിരിയണം കണ്ടോ. ഇങ്ങനെ വിരിച്ച് മാറ്റണം. ചെറുത് വിരിഞ്ഞ് വരാതെ ഒട്ടിയിരിക്കും. അതിങ്ങനെ വിരിഞ്ഞ് വരും കണ്ടോ. ഇതുപോലെ ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ വിരിഞ്ഞ് വരും. കംപ്ലീറ്റ് ഇങ്ങനെ വെച്ചെടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ് ഒരു സവാളയും കൂടെ ഇട്ട് നമുക്ക് തോരൻ വയ്ക്കുക. അപ്പോൾ ഞാനിത് കഴുകി അരിഞ്ഞ ശേഷം ഇതിലൂടെ സവാളയും കൂടെ അരിഞ്ഞിടാം. ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. കാണിച്ചു
ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ഞാൻ അരിഞ്ഞെടുക്കാം. ചേമ്പിൻ്റെ തല അരിഞ്ഞ് സവാള ഇട്ടടുപ്പി വെച്ചിട്ടുണ്ട്. അല്പം ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഈ ചേമ്പിൻ്റെ തടയിൽ വെള്ളമുണ്ട്. അപ്പോൾ നമ്മളത് അരിയുന്നതിന് മുമ്പ് ഇത് കഴുകിയതാണ്. പിന്നെ വീണ്ടും ഒന്നുകൂടി ചേമ്പിൻ്റെ തട കഴുകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളം മതി. ചെറിയ തീയിൽ ഇവിടെ കിടന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അരപ്പം കൂടി ഇട്ട് ഇളക്കി ഇറക്കാം. അരപ്പ് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. 5-6 പച്ചമുളക്, കാന്താരി മുളക് എടുത്തിരിക്കുന്നത്. കാന്താരി മുളക്, അതുപോലെ മഞ്ഞൾ, അല്പം മഞ്ഞൾ, ജീരകം, വെളുത്തുള്ളി ചേർത്ത് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം കുരുമുളക് കൂടി ഇടാം കേട്ടോ. ഞാൻ ഈ എല്ലാത്തിലും ഇങ്ങനെ കുരുമുളക് കുറച്ച് ഇടുന്നുണ്ട്. ഇവിടെ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് കുരുമുളക് എല്ലാത്തിലും ചേർക്കാറുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇത് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇളക്കി എടുത്ത് ഇനി കടുക് കൂടെ വറുത്ത് കഴിയുമ്പോൾ നമ്മുടെ ചോറ് റെഡിയാവും. ഉപ്പും കൂടി ഉണ്ടാകും നോക്കട്ടെ. ഉപ്പുണ്ട്, ഉപ്പ് എരിയും എല്ലാം ഉണ്ട്. നമുക്കിന്ന് അടച്ചു വയ്ക്കാം. തീയൊക്കെ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി കടുക് വറുക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. ഇന്ന് ഉച്ചയ്ക്ക് നാടൻ ഊണാണ്. അതായത് പുളിഞ്ചിക്ക അച്ചാർ, അമ്പഴങ്ങ അച്ചാർ, തൈര്, ചക്കേരി മാങ്ങ, ഇന്നലെ വെച്ച രസം. ഇന്ന് രസം വെച്ചിട്ടില്ല, ഇന്ന് വെച്ച രസമാണ്. പിന്നെ ഇത് ചേമ്പന്തട തോരൻ. അപ്പോൾ ഇന്നെല്ലാം നാടനാണ് ഊണ് കേട്ടോ. ഉച്ചയ്ക്കുള്ള ഊണെല്ലാം നാടൻ ഐറ്റമാണ്. ഇത്രയും സമയം വരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ആയിരുന്നു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.